alien madness. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുള്ള കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, അടിപൊളി സ്ഥലമാണ്. ഇപ്രാവശ്യം ഫിഷ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. എന്താ ഫിഷ് കിട്ടുന്നതെന്ന് അറിയില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം ടെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, പുതിയൊരു ടെക്നിക്കാണ്. ടെൻറ്റിന് പകരം വേറൊരു പരിപാടിയാണ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം സമയം ഏകദേശം 6:15. സൺസെറ്റ് ഏകദേശം ആയി. സൺസെറ്റ് അപ്പുറത്തെ സൈഡാണ്, അത് കാണൂല. അവിടെ മറ്റേ ഹൈവേ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ കാണിച്ചില്ല, ആ ഹൈവേൻ്റെ ഭാഗം തന്നെയാണ് പിന്നിൽ കാണുന്നത്. അടിപൊളി സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. ഒരുപാട് നീർനായി ഉണ്ട്, അതാണ് പ്രശ്നം. നീർനായി ഇവിടെയൊക്കെ നീർനായിൻ്റെ മറ്റേ ഡ്രോപ്പിങ്സൊക്കെ കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നോക്കാം, ഇവിടെ സെറ്റാക്കട്ടെ. ഇരുടാകുന്നതിന് മുമ്പ് പരിപാടി നോക്കട്ടെ. ഇതുണ്ടോ, ഇത് നീർനായിൻ്റെ ആട്ടാ. ഇത് നീർനായിൻ്റെ ഡ്രോപ്പിങ്സാണ്. ഇവിടെ നല്ല സ്പോട്ടാണ്, അടിപൊളി സ്ഥലമാണ്. വേണ്ട, ഒരുപാട് മീനുണ്ട് ഇവിടെ. ഫിഷ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. അവിടെയൊക്കെ കണ്ട ഒരു ഐലൻഡ് പോലെ കിടക്കുന്നുണ്ട, ഒരുപാട് കൊക്കുകളുണ്ട് അവിടെ. ഇപ്രാവശ്യം ഞാൻ ഹാമക്കാണ് ഉണ്ടാകുന്നിട്ടില്ല. ഹാമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഞ്ഞാലയില്ലേ, അപ്പോൾ ഊഞ്ഞാലയിൽ കിടക്കാനുള്ള പരിപാടിയാണ്. ഈ ഒരു സ്പോട്ടിൽ അതേ പറ്റുള്ളൂ. ടെൻ്റ് അടിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല, മൊത്തം കാട് പിടിച്ച് കിടക്കാണ്. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ സ്പോട്ടാണുള്ളത്. ഇങ്ങനത്തെ സ്പോട്ടിലൊന്നും ചെയ്യാനും പറ്റില്ല, ഇവിടെ ഊഞ്ഞാലേ രക്ഷയുള്ളൂ. അപ്പം നോക്കട്ടെ, പരിപാടികൾ സെറ്റാക്കട്ടെ. ഓക്കെ, ഹാമൊക്കെ എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും കെട്ടാൻ പറ്റും നോക്കട്ടെ. ഇതാണ് കേട്ടോ ഹാമക്ക്. ചെറിയ സംഭവമാണ്, ഇത്രയേ ഉള്ളൂ. ടെൻ്റാകുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും, അപ്പോൾ അതും കൊണ്ട് ക്യാരി ചെയ്തിട്ട് പോകാനും പിന്നെ അതിന് പറ്റിയ സ്പേസ് കിട്ടിയിട്ടെങ്കിൽ അതെല്ലാം പ്രശ്നമല്ല. ഇതാകുമ്പോൾ ചെറിയൊരു പരിപാടിയാണ്. ഇതാണ് സാധനം. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇത് കെട്ടാനുള്ള സ്ഥലമുണ്ടോ നോക്കട്ടെ. ഇവിടെ കേട്ടാ നല്ല സ്ഥലം കിട്ടിയത്. കുറേ നേരമായി അന്വേഷിക്കുന്നു, നല്ലൊരു സ്ഥലം കിട്ടുന്നുണ്ടായിട്ടാ. അപ്പോൾ ഹാമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ടെൻ്റ് അടിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്രാവശ്യം ഇതാണ് പരിപാടി. ഒന്ന് ഇരുന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. കെട്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഓ, പോളീസാണ് കേട്ടാ. കിടന്നു നോക്കാം. ആഹാ, സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇപ്രാവശ്യം ഇതാ പരിപാടി. ടെൻ്റൊന്നുമില്ല, ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമില്ല. ഒന്നാമത് ടെൻ്റ് അടിക്കാൻ ഇവിടെ മൊത്തം കാടാണ്. പിന്നെ ബാക്കിൽ ഇങ്ങനത്തെ തോടാണ്. ഇത് തോടാണ് കേട്ടോ. പിന്നിൽ ഈ പുഴ കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പ് ചെയ്തില്ലേ, അതിൻ്റെ തന്നെ വേറൊരു പാട്ടാണിത്. ഇത് ആ സ്ഥലം ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതെൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. ഇത് നല്ല സ്ഥലമാണ്, ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്രാവശ്യം ഫിഷിംഗ് ആണ് പരിപാടി. ഫിഷിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നിട്ടുണ്ട്.
ഫിഷ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക. അതാണ് ഇപ്രാവശ്യത്തെ പ്ലാൻ. എങ്ങനെയുണ്ട്? അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ പരിചയക്കാർക്ക് ഷെയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഒന്ന് കുറച്ച് റീച്ച് കൂട്ടിത്തരണം. അത് നിങ്ങളെ കയ്യിലാണ്. പിന്നെ ഇപ്രാവശ്യം നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ്. ടെൻ്റൊന്നും ഇല്ല, ടെൻറ്റിന് പകരം ഹാമക്കാണ്. ഇത് ഞാൻ പുതിയ വാങ്ങിയതാണ്. നല്ല കുഴപ്പമില്ലാത്ത സാധനം കേട്ടോ, അടിപൊളി സാധനം. എങ്ങനെയുണ്ട്? ലൊക്കേഷൻ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇപ്പോൾ ഇരുടായി, ഞാൻ വരാൻ ലേറ്റായി. ഇപ്പം 6:40 അപ്പോൾ പെട്ടെന്ന് ഫിഷിങ്ങിൻ്റെ പരിപാടിയെല്ലാം നോക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് കുറച്ചൊരു കിടക്കാൻ പറ്റിയ സ്ഥലം കണ്ടത്, അതായത് ഇവിടെ വന്ന്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഫിഷിങ്ങിൻ്റെ പരിപാടി നോക്കട്ടെ. എൻ്റെ ബാഗ് അവിടെയുള്ള ഇങ്ങോട്ടാണ് വെച്ചിട്ടില്ല. ഫിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഈ കവറിലുണ്ട്. ബാഗ് അവിടെ ഉണ്ട്. ബാഗ് എടുത്തിട്ട് പിന്നെ ഒരു ലാമ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ലാമ്പും ഫാനും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോളാറിൻ്റെ പവറാണ്. അപ്പോൾ അതും കൂടി സെറ്റാക്കണം. ഓക്കെ, ചൂണ്ടെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എര കണക്ട് ചെയ്തിട്ട്, എര ഒന്നുമില്ല, മൈദൻ്റെ മാവാ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കണക്ട് ചെയ്തിട്ട് ഇട്ടോക്കാം. എന്ത് മീനാണെന്നറിയില്ല, പുഴ മീനാന്ന് തോന്നുന്നുണ്ട്. വേറൊന്നും കൂടി കണിഞ്ഞിട്ടുണ്ട് കേട്ടോ, നോക്കട്ടെ. ഇത് വേറെ സൈസ്, ഇത് വരാലാന്ന് തോന്നുന്നു. അയ്യോ, പടഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. ഈ 2 മീനാണ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതൊന്ന് വരാലാന്ന് തോന്നുന്നുണ്ട്, ഒന്ന് ഏതാ മീനൊന്നും മനസ്സിലാവുന്നില്ല. മീനിനൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഇത് കട്ട് ചെയ്തെടുക്കാൻ ഒരുപാട് പാടുപെട്ടു കേട്ടോ. അത് കത്തി കൊണ്ട് കട്ടാകുന്നില്ല. ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഉലുവയും കടുകും ഇടാം അല്ലേ. വെളുത്തുള്ളി, ഒരു സവാളയും കട്ട് ചെയ്തിട്ട് സവാളയും വെളുത്തുള്ളിയും അതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ.
ഒരു ചെറിയൊരു മീഡിയം ഇതിലൊരു റെഡ് കളറാകുന്ന ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഒരു ഗോൾഡൻ കളറാവുമല്ലോ അതുവരെ ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പം കുറച്ച് അതിൻ്റെ അകത്ത് ഗരം മസാലയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ഇല്ല മറ്റേ ഇതുണ്ട്, എന്താ പറയുക, പുളിയുണ്ട് കേട്ടോ. പുളീനെ എന്ത് ചെയ്യണം, കുറച്ച് പുളീൻ്റെ വെള്ളമാക്കിയിട്ട് അത് ലാസ്റ്റ് ഒഴിക്കാനുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതവിടെ സെറ്റാക്കി വെക്കട്ടെ. ഇങ്ങനത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ടേബിളും കുക്കിങ്ങിൻ്റെ ഫുൾ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മുളകിട്ടതിൽ ഈ പുളി ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം പുളീൻ്റെ വെള്ളം അവിടെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് മിക്സ് ചെയ്യണം. കറിവേപ്പിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു തട്ടിക്കൂട്ടൽ മാത്രമല്ല ഇപ്പം നടക്കുള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായ കുക്കിംഗ് ഒന്നും ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൻ്റെ അകത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇടാം. മുളകിട്ടാണല്ലോ, അപ്പം മുളക് പൊടിയല്ലേ വേണ്ടത്. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് ഗീ ഒഴിക്കാം. അല്ല അതിൻ്റെ അകത്ത് നല്ല അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഗീ പാകത്തിന് ഉപ്പ് ഇടാം. ഇതിൻ്റെ അകത്ത് മീനിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതങ്ങനെ പൊടിഞ്ഞൊന്നും പോകാത്ത മീനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് മസാല ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി കുറച്ച് പാകത്തിന് വെള്ളം ഒഴിക്കാം. മതിയാവും, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, വെള്ളം അത്ര മതി. ഇനി ഇത് ചെറിയ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അത് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം അടപ്പിട്ടിട്ട്. ഇത് പൊറാട്ട ഉണ്ട്. പൊറാട്ട ഇപ്പം ഉണ്ടാക്കാൻ വേറെ അടുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതായതിന് ശേഷം എനിക്ക് പൊറാട്ട ഒന്ന് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഫ്രോസൺ വാങ്ങിയതാണ്, മറ്റേ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഫ്രോസൺ പൊറാട്ട. അപ്പോൾ അതും മീൻ പരത്തിയല്ല, മീൻ മുളകിട്ടതും കൂട്ടിയിട്ട് നല്ല കിണ്ണം കാച്ചിയ സെറ്റാക്കാം. ഓക്കെ, മീനൂടെ സെറ്റാകുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കട്ടെ, നല്ല ദാഹം. കഴിഞ്ഞ പ്രാവശ്യം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇടുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടാൻ പോയത് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആണ് ഓർമ്മ വന്നത് ഫിഷിങ്ങിൻ്റെ ചൂണ്ടയും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അതിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ, മസാലകളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും എടുക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്ത്. എൻ്റെ അടുത്തൊരു നൂഡിൽസിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്രാവശ്യം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ് ഫിഷ് ചെയ്യണമെന്നുള്ള. ഭാഗ്യത്തിൻ്റെ 2 ഫിഷ് കിട്ടി. 2ൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ. 2 ഫിഷിൻ്റെ പേരും എനിക്കറിയില്ല. ഞാൻ ഒരുവിധം എനിക്കറിയാവുന്ന കോലത്തിൽ അതിനെ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് സെറ്റാക്കി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കാം എന്താണെന്ന് നോക്കാം. ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. സെറ്റാട്ടെ. നല്ല സ്ഥലം കേട്ടോ, സൂപ്പർ സ്ഥലം. ഈ പിന്നിലുള്ള സ്ഥലം ഉണ്ടല്ലോ, അടിപൊളി സ്ഥലമാണ്. പിന്നെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് പിന്നെ കൂടുതൽ ആളുകൾ കാണുള്ളൂ. പിന്നെ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക. പുതിയ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് ചെയ്യുക.
ഒരാഴ്ചയിൽ 3 പ്രാവശ്യം ഹൈപ്പ് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല, കമൻറ്റ് വളരെ കുറവാണ്. കാണുന്നുണ്ട്, ഒരുപാട് ആൾ കാണുന്നുണ്ട്, പക്ഷെ കമൻറ്റ് വരുന്നില്ല ആരെയും. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റും നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടാ പ്ലീസ്. ഓക്കെ, മീൻ സെറ്റാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ ഊഞ്ഞാല എവിടെയാണ് കെട്ടിയിട്ടില്ലെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെയല്ല ഊഞ്ഞാല ഉള്ളത്, ഊഞ്ഞാല നല്ല ദൂരമുണ്ട്. ഞാൻ മീൻ റെഡിയാക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട് ഊഞ്ഞാല ഉള്ള സ്ഥലത്തേക്ക്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ നടന്നു പോയിട്ട് ഇതാ അവിടെയാണ് ഊഞ്ഞാലുള്ളത് കേട്ടോ. കണ്ടോ, അവിടെയാണ് ഊഞ്ഞാല കെട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം ഇതിലേ നടന്ന് പോകണം. അവിടെ മീൻ കുക്ക് ചെയ്യുന്നത്. ഇതിലേ നടന്ന് വന്നിട്ട് ഇങ്ങോട്ട് പോയാലാണ് ഊഞ്ഞാലുള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റുക. അവിടെ ഫുള്ള് വെള്ളത്തിൻ്റെ കെട്ടാണ്. ആ ഊഞ്ഞാലിൻ്റെ നേരെ താഴെ വെള്ളമാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമല്ലേ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ കിടക്കുക. ഓക്കെ, നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് ഇന്ന്. പിന്നെ മീൻ എന്തായി നോക്കട്ടെ. ഓക്കെ, പൊറോട്ട സെറ്റാക്കി എടുക്കുക കേട്ടോ. കറക്റ്റ് അളവാ വേണ്ട, പാനും പൊറോട്ടയും കറക്റ്റ് അളവാ. മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ ഇവിടെ മാറ്റി വെച്ചതാ. സെറ്റായ മീനേ ഇവിടെ മാറ്റി വെച്ചാൽ നല്ല വറ്റിയിട്ടുണ്ട്. നല്ല വറ്റി റെഡിയായി, പാകമായി റെഡിയായി. പൊറോട്ട ഏകദേശം സെറ്റായി. 2 പൊറോട്ട റെഡിയായി. ഇനി കഴിക്കാനുള്ള പരിപാടി നോക്കണം. 3ാമത്തെ പൊറോട്ട ഏകദേശം സെറ്റായി. ഇനി കഴിക്കാനുള്ള പരിപാടി നോക്കണം. ബാക്കി കഴിച്ചിട്ട് പിന്നെ ഹാമക്കിൽ പോയിട്ട് കിടക്കുക, ഉറങ്ങുക. അപ്പോൾ സമയം കുറേ ആയി കേട്ടോ, ലേറ്റായി. സമയം 10:15. ഇവിടെ ഭയങ്കര മണം കേട്ടോ. മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിൻ്റെ മണം, നല്ല അടിപൊളി ഒരു മുല്ലപ്പൂവിൻ്റെ മണം പോലത്തെ ഒരു മണം. എന്നാന്ന് മനസ്സിലാകുന്നില്ല. വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് അതും അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. മീൻ മുളകിട്ടത്, പൊറോട്ട രണ്ടും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 2 മീനും ഇതിനകത്ത് മിക്സാണ്. ഒന്നിനും മുള്ളില്ല, ഒന്നിനും നല്ല മുള്ളുണ്ട്. നിങ്ങൾ തിന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ ടേസ്റ്റ് ഉണ്ടെന്ന്. അടിപൊളി. ഇതേപോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു മീൻ മുളകിട്ടതും പൊറാട്ടയും കഴിച്ചിട്ടില്ലേ പിന്നെ എന്തിനാ ജീവിക്കുന്നല്ലേ. പൊറോട്ട കൂട്ടാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ക്യാമ്പ് ചെയ്താലുണ്ടല്ലോ മനസ്സിന് വേറൊരു ഹാപ്പിനെസ്സാണ്. എന്ന് പറഞ്ഞാൽ നല്ല പീസ്ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഒറ്റയ്ക്ക് ഇതേപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ സെൽഫായിട്ട് കുക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിക്കുക, ഈ ഭംഗിയെല്ലാം ആസ്വദിക്കുക, റിലാക്സായിട്ട് കിടക്കുക, കാം ആൻഡ് ക്വയറ്റായിട്ട്, ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഫോണൊന്നും എന്താ പറയുക, കണക്ഷൻ വെക്കാനേ ചെയ്യാനേ പാടില്ല, ആരും വിളിക്കാനേ പാടില്ല, ആരും ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. ഒറ്റയ്ക്ക് പോവുക, സോളോ ആയിട്ട് പോവുക. ഇതേപോലെ സോളോ ആയിട്ട് പോകാൻ പേടിയുള്ള ആളാണെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ക്യാമ്പ് ചെയ്ത് ഇതേപോലെ കുക്ക് ചെയ്ത് കഴിച്ചിട്ട് വേണം ജീവിക്കാൻ. അതിന് വേറൊരു ത്രില്ലാണ്. നിങ്ങൾക്ക് വന്നാൽ ഇങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്ത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്ക് നിങ്ങൾ, ഭയങ്കര രസമുള്ളൊരു പരിപാടിയത്. മുള്ളുണ്ട് കേട്ടോ നല്ലോണം. അപ്പം ഞാൻ തിന്നുന്ന കാണിച്ചിട്ട് അത് കൊതിപ്പിക്കുന്നില്ല. നിങ്ങൾ അവിടെ ഇരുന്നോ, ഞാൻ
തിന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, മുള്ളണ്ട. അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് എല്ലാം സെറ്റായി കേട്ടോ. ഇനിയിപ്പം പോയിട്ട് ഉറങ്ങണം. 11 കാലമായി. പാത്രങ്ങളെല്ലാം കഴുകി ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോവ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. സ്റ്റോവ് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വെച്ച് പുറത്ത് തന്നെ വെച്ച്, അത് ഇനിയും കഴിച്ച് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കഴിച്ച് പുറത്ത് വെക്കണ്ടേ. എന്തായാലും രാവിലെ ഒരു ചായ എന്തെങ്കിലും കാച്ചി കുടിക്കാനുള്ള പ്ലാനിലാണ്. പിന്നെ മീൻ മുളകിട്ടത്, പൊറോട്ട, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഫുഡ്. നല്ല മൈൻഡിനെ റിഫ്രഷ് ചെയ്യുന്ന ഇതേപോലുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല. ഈ ഒരു പരിപാടി ചെയ്താൽ മൈൻഡ് നന്നായിട്ട് റീഫ്രഷ് ആവും, റിലാക്സ് ആവും. ഒരുപാട് സ്ട്രെസ്സ് ഇവിടെ നിങ്ങൾക്ക് കില്ല് ചെയ്യാൻ പറ്റും. ഈ സ്ട്രെസ്സായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവർ ഇതേപോലെ ഒരു ദിവസം മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് ഇതേപോലെ കുക്കൊക്കെ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി പരിപാടി ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിശപ്പൊക്കെ അടങ്ങി വയറ് ഫുള്ളായി. ഇനി ഹാമക്ക് അങ്ങോട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഹാമക്കിൽ പോയിട്ട് ഇന്ന് ഉറങ്ങേണ്ട പരിപാടി നോക്കാം. 11 കാലമായി, 11:20 അപ്പോൾ ഓക്കെ. ഇങ്ങോട്ട് കുറച്ച് കാട് പിടിച്ച സ്ഥലമാണ്, അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നടക്കണം. വഴിയില്ല, വഴി ഉണ്ടാക്കി പോകണം. രാത്രി നടക്കൽ കുറച്ച് റിസ്ക് പിടിച്ച സ്ഥലമാണ്. ഇതൊക്കെ ഒച്ച ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ. ഇവിടെയാണ് ഹാമക്കുള്ള കേട്ടോ. ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്. എന്താ ഇതിൻ്റെ പിന്നിൽ വെള്ളമാണ്, വേണ്ട ഫുള്ള് വെള്ളമാണ്. ഇവിടെ ഈ മരത്തിലാണ് കെട്ടിയിട്ടുള്ളത്. മരം നോക്കിയട്ടെ എങ്ങനെയുണ്ട്. മേലെ കണ്ട ചന്ദ്രനെ കണ്ട, സൂപ്പറല്ലേ. കണ്ട ഈ മരത്തിലാണ് കെട്ടിയിട്ടില്ല. കണ്ട ഇങ്ങോട്ട് മൊത്തം കാടാ. ഇന്ന് ദൂരെ ലൈറ്റൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, അങ്ങോട്ടേക്ക് അവിടെ ലൈറ്റ് കാണുന്നുണ്ട്. അത് ഈ പുഴേൻ്റെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ അത് കാണുന്നത്. അപ്പോൾ ഇവിടെ കിടക്കേണ്ട പരിപാടി നോക്കട്ടെ. ഓക്കെ, കിടക്കട്ടെ. കിടന്നിട്ട് രാവിലെ ആയിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മണ്ണെണ്ണ വിളക്കൊന്ന് കത്തിച്ച് വെക്കട്ടെ. അവിടെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ടെൻഷൻ കുറഞ്ഞു കിട്ടും. അപ്പം ഇനി കത്തിച്ച് വെക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം നോക്കാം. ആടുന്നോട്ടെ. അപ്പോൾ കിടക്കേണ്ട പരിപാടി നോക്കട്ടെ. ഓക്കെ, ഇതൊക്കെ വെക്കാനുള്ള സ്ഥലം ഇവിടെ വെക്കാം. കുറേ നേരമായില്ലേ ഇതിൻ്റെ മേലെ ഇരിക്കാത്ത. അപ്പോൾ എന്തെങ്കിലും വന്ന് ഇരുന്നിട്ടുണ്ടോ, എന്തെങ്കിലും വന്നിട്ട് കിടന്നിട്ടുണ്ടോ എന്ന് നോക്കണല്ലോ. ഓക്കെ, അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മൾ കിടക്കട്ടെ. മണ്ണൊക്കെ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അത് കുറേ നേരം കത്തും. സോളാർ ലൈറ്റാണ്, രാവിലെ വരെ കത്തിക്കോളും, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ മേലയിൽ നല്ല ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് മേലയിൽ മൊത്തം ആകാശം കാണാൻ പറ്റുന്നുണ്ട്. പിന്നിൽ തോടാണ്, വെള്ളക്കെട്ട്. കിടന്നു നോക്കുന്നുണ്ട്. ഇനി രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ്. നല്ലോണം ഉറങ്ങിപ്പോയി കേട്ടാ. നല്ല സുഖമുണ്ടായിരുന്നു ഇവിടെ ഉറങ്ങാൻ. രാത്രിയായാലും നല്ല തണുപ്പായിരുന്നു. പുലർച്ചെ ആയാലാണ് തണുപ്പ് കൂടിയത്. എന്താ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പറല്ലേ? പക്ഷികളെ ഒച്ചയെല്ലാം എങ്ങനെയുണ്ട്? ഇതിൻ്റെ മേലയിൽ നിറച്ചും പൂവാട്ടാ. ഈ മരത്തിൻ്റെ മേലെ ഒരു പൂമരം പോലത്തെ മരമാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ മേലയിലേക്ക് വീണുകൊണ്ടിരിക്കുക. എന്താ ഭംഗി! അടിപൊളി വൈബാട്ടാ. ഇത്രയേ ഉള്ളൂ കേട്ടോ, പരിപാടി കഴിഞ്ഞു. ഇത്ര ഭംഗിയുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് ഒരു ചായ കാച്ചി കുടിച്ചില്ല പിന്നെ എന്തിനാ ജീവിക്കുന്നല്ലേ? അരെ വാ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലമല്ലേ? അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഫ്ലാഗ് ഒന്ന് ഹോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഹാപ്പി റിപ്പബ്ലിക് ഡേ.